ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ജ്ഞാനതീർത്ഥ സ്വാമികൾ, മേൽശാന്തി സനീഷ് വൈക്കം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 3-ന് പ്രതിഷ്ഠാ ദർശന സമയത്ത് വിശേഷാൽ ദീപാരാധന നടന്നു. ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദർശന ദീപാരാധന തൊഴുന്നത് ഒരാണ്ടിന്റെ പുണ്യമെന്നാണ് ഭക്തരുടെ വിശ്വാസം. നൂറുകണക്കിന് ഭക്തരാണ് പുലർച്ചെ 3 മണിക്ക് ഇടപ്പാടി ക്ഷേത്രത്തിലെത്തിയത്. 98 വർഷം മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ വേലിൽ ഭഗവാനെ ആവാഹിച്ച് ഇടപ്പാടിയുടെ മണ്ണിൽ കുടിയിരുത്തിയത്. അന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഗുരുദേവന്റെ പ്രതിഷ്ഠ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ. പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ മണിയടിച്ചു. ആനന്ദ ഷൺമുഖൻ ഇനിയെന്നും ഇവിടെ ഉണ്ടാകുമെന്നും ഗുരുദേവൻ അരുൾ ചെയ്തു. പ്രതിഷ്ഠ കഴിഞ്ഞുള്ള മണിയടിനാദം കേട്ടതോടെ ഭക്തരെല്ലാം നിറകണ്ണുകളും കൂപ്പുകൈകളുമായി ആനന്ദ ഷൺമുഖ ഭഗവാനെ തൊഴുതുവെന്നാണ് പറയുന്നത്. മീനച്ചിൽ താലൂക്കിൽ ആദ്യം കിഴുവൻകുളത്ത് സന്നിധാനം ചെയ്ത ഗുരുദേവൻ അവിടെ നിന്നാണ് ഇടപ്പാടിയിലേക്ക് എത്തിച്ചത്. ഇടപ്പാടിയിലെ പ്രതിഷ്ഠയുടെ പവിത്ര നിമിഷം നിലനിൽക്കെ തന്നെ ഗുരുദേവൻ പൂഞ്ഞാറിലേക്ക് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി പോയി. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അതേ മുഹൂർത്തത്തിൽ പുലർച്ചെ 3 മണിക്ക് നടന്ന പ്രതിഷ്ഠാ ദർശന ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി സ്വാമി ജ്ഞാനതീർത്ഥ, മേൽശാന്തി സനീഷ് വൈക്കം എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി 1000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ പന്തലും LED വാളും തയ്യാറായിരുന്നു. ദേവസ്വം ഭാരവാഹികളായ MN ഷാജി മുകളിൽ, സുരേഷ് എട്ടിക്കുന്നേൽ, സജീവ് വയല, സതീഷ് മണി വടക്കേത്തോട്ടത്തിൽ, PN വിശ്വംഭരൻ, NK 11 PS ശാർങ്ങധരൻ എന്നിവർ നേതൃത്വം നൽകി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും, ശിവപൂജ, കലശം, കലശാഭിഷേകം, ഗുരുദേവ കലശാഭിഷേകം, മഹാഗുരുപൂജ, വിശേഷാൽ പ്രതിഷ്ഠാദിന പൂജ എന്നിവ നടന്നു. തന്ത്രി സ്വാമി ജ്ഞാനതീർത്ഥ പ്രതിഷ്ഠാദിന സന്ദേശം നൽകി. കണ്ണൂർ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. ഈ ചെടികളെല്ലാം നട്ടു വളർത്തിയത് വഴിപോക്കർക്ക് കാണാനാണോ? അല്ല, നമുക്കും നമ്മുടെ കുട്ടികൾക്കും കാണണ്ടേ, ആസ്വദിക്കണ്ടേ, അവന്റെ ഹൃദയത്തിൽ ആർദ്രതയുണ്ടാവണ്ടേ. ആ പൂക്കളുടെ മാധുര്യമാണ്. ആ പൂക്കൾക്ക് 5 ഗുണങ്ങളുണ്ട്. ആ 5 ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. ഒന്ന്, അവർക്ക് സൗന്ദര്യം. പൂക്കൾ സുന്ദരമാണ്, സൗന്ദര്യബോധം ഉണ്ടാകണം. രണ്ടാമത്തത്, ആ പൂക്കൾ. തുടർന്ന് ഭഗവാന്റെ പിറന്നാൾ സദ്യ. വൈകുന്നേരം 5:30-ന് നട തുറക്കൽ, 6:30-ന് വിശേഷാൽ ദീപാരാധന, ദീപക്കാഴ്ച, അത്താഴപൂജ എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. i4A ന്യൂസ് പാല.